Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ജൂലൈ 31 തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. സോ നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് സീരീസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ വീഡിയോസിൽ പറയുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 PG പ്രോഗ്രാമിന്റെ ആണ്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ നൽകുന്ന 2 PG പ്രോഗ്രാമാണ് MA ഇംഗ്ലീഷും MA മലയാളം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് MA ഇംഗ്ലീഷ് പേപ്പറിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നിലവില് 12ഓളം PG പ്രോഗ്രാമുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഒന്നും ഇവരെ ബാധിക്കുന്നില്ല, സെക്കൻഡ് ഇയറുകാരെ ബാധിക്കുന്നില്ല. അവർക്ക് അതേ സിലബസും അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇനി ഈ 4 ഇയർ ആയിട്ടുള്ള കുട്ടികൾ കഴിഞ്ഞു വരുമ്പോൾ മാത്രമാണ് അവർക്ക് അവരുടെ ഓപ്ഷൻ പോലെ തന്നെ അവർക്ക് 2 വർഷം എന്നുള്ള PGനെ 1 വർഷം PG ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാം. അതായത് ഓരോ സെമസ്റ്ററിലും എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പം നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം PG പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ പേപ്പറും വളരെ അതിൻ്റെതായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതായത് ആ ഒരു സബ്ജക്റ്റിന്റെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു സബ്ജക്റ്റിന്റെ ബിരുദാനന്തര ബിരുദം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സീരിയസ്നെസ്സോടുകൂടി നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, സോ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സിലബസിനെ കുറിച്ചാണ്. അപ്പം അതിന്റെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 വർഷമാണ് MA ഇംഗ്ലീഷ് കോഴ്സ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് 4 സെമസ്റ്റർ ആണ് ഉണ്ടാവുക. സെമസ്റ്റർ 1 ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 5 പേപ്പർ ഉണ്ടാകും. നിങ്ങൾക്ക് ജോസഫ് എലിസബത്തിൻ, ഷേക്സ്പിയർ സ്റ്റഡീസ്, മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക്സ്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ from 1900 to 45, American literature, English critical tradition from Aristotle to Apollonius, foundation skills for research and writing. 5 പേപ്പറുകളിലും ഒന്ന് നമുക്ക് ഒരു കോംപ്ലിമെന്ററി പേപ്പറും ബാക്കിയുള്ള 4 എണ്ണം നമ്മുടെ കോർ പേപ്പർ ആയിട്ടാണ് വരിക. പിന്നെ തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പം ലിറ്റററി തിയറി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം 1946 ടു ദ പ്രസന്റ്, പിന്നെ ആഫ്രിക്കൻ കരീബിയൻ, ഇവിടെയാണ് നമുക്കൊരു ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഫോർ അക്കാഡമിക് പർപ്പസ്. ഇത്രയും പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരുന്നുണ്ട്. അവസാനത്തെ സെമസ്റ്ററിൽ, അതായത് 4th സെമസ്റ്ററിൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, കൾച്ചറൽ സ്റ്റഡീസ് ഓൺ വിമൻസ് റൈറ്റിംഗ്, പിന്നെ മീഡിയ സ്റ്റഡീസ്. പിന്നെ നമുക്ക് അവസാനത്തെ വർഷം, അതായത് 4ാമത്തെ സെമസ്റ്ററിൽ നമുക്കൊരു പ്രൊജക്ട് വരുന്നുണ്ട്. ആ പ്രൊജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ തന്നിട്ടുള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം ഏകദേശം ടോട്ടൽ എത്ര പേപ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 10-20 പേപ്പറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. 4 സെമസ്റ്റർ ആണ്, 2 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ, സിലബസിനെ കുറിച്ച് പറയാം. ഇനി ഫീസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഫീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ PG-കാരുടെ ഫീസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് MA-കാരുടെ ഫീസ് എന്ന് പറയാം, ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് 5270 രൂപയാണ്. ഈ 5270 രൂപ നിങ്ങളെ ഫസ്റ്റ് സെമസ്റ്ററിലെ യൂണിവേഴ്സിറ്റി ഫീസാണ്. ആ ഫീസിന്റെ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഫീസ് വരുന്നത്. നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് പോലുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് 5270 വരുന്നത്. ഇത് 2 വർഷത്തേക്കുള്ള ഫീസ് അല്ല, ഫസ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസാണ്. സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ അതിന്റെ റീ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ അടുത്ത സെമസ്റ്ററിലേക്കുള്ള ഫീസ് അടയ്ക്കണം. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ MA ഇംഗ്ലീഷിന്റെയും MA മലയാളത്തിന്റെയും ക്ലാസ് ഉണ്ട്. സോ ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നാൽ നമ്മൾ ഫീസ് രജിസ്റ്റർ ചെയ്ത് തരും. ഓക്കെ, നിങ്ങളുടെ അഡ്മിഷൻ നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തരും. അപ്പൊ അതിന് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം. സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഇത്രയും പറയുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ത്രൂ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു മെന്റർ സപ്പോർട്ട് ലഭ്യമാണ്. ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഓരോ യൂണിറ്റിന്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ്
നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട്, നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സെമസ്റ്ററിൽ 5 സബ്ജക്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് PGക്കാർക്ക് ഏകദേശം 10 അസൈൻമെന്റോളം ഒരു സെമസ്റ്ററിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഓഡിയോ നോട്ട്ബുക്ക്. ഓരോ ക്ലാസ്സിന്റെയും ഇത് സംബന്ധിച്ചിട്ടുള്ള യൂണിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വോയിസ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിനായിട്ട് MA ഇംഗ്ലീഷിനായിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച്.